നമ്മളെ മനാമേരി ഇങ്ങനൊരു സ്ഥലമുള്ള കാര്യം എത്ര പേർക്കറിയാം? ഏകദേശം എല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവില്ലേ? ഇനിയിപ്പോൾ കാണാത്തവർക്കാണ് ഈ വീഡിയോ. പിന്നെ ഈ സ്ഥലത്തിൻ്റെ ഭംഗിയെക്കുറിച്ച് അത് ഞാൻ എത്ര തന്നെ പറഞ്ഞാലോ അത് ശരിയാവില്ല. അത് നിങ്ങൾ അവിടെ പോയി ആസ്വദിക്കുന്നു വേണം. ഈ സ്ഥലം ഉണ്ടല്ലോ, അതൊരു വേറെ ലോകം തന്നെയാണ്. മനാമ സിറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയാലോ. ബഹ്റിൻ്റെ തന്നെ തലസ്ഥാനമായ മനാമയിൽ, അതും അത്രയും തിരക്കുള്ളൊരു സിറ്റീൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു സ്ഥലം എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുത്തതെന്ന് അവർക്ക് തന്നെ അറിയുള്ളൂ. ഇതൊരിക്കലും ഒരു ഗവൺമെൻറ് പ്രോപ്പർട്ടിയാണ്. ഇത് അവിടെ തന്നെ താമസിക്കുന്ന 2-3 കുടുംബങ്ങൾ ചേർന്ന് ഉണ്ടാക്കിയെടുത്താണെന്ന് പറഞ്ഞപ്പോൾ ശരിക്കും ഞാൻ അന്തം വിട്ടുട്ടോ. സത്യം പറഞ്ഞാണ്ടല്ലോ, ഇത് അവരുടെ തന്നെ ക്രിയേറ്റിവിറ്റിയാണ്. നിങ്ങളുണ്ടല്ലോ ഈ കലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇതൊന്ന് പോയി കണ്ടോളി. പ്രത്യേകിച്ച് അവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. പറ്റുന്നതും എല്ലാവരും രാവിലെ തന്നെ പോകാൻ നോക്കുക. എന്നാൽ മാത്രമേ അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് ശരിക്കും കാണാൻ പറ്റുള്ളൂ. ഞാൻ അവിടെ പോയപ്പോഴേക്ക് ഏകദേശം ഈവനിങ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ കാഴ്ചകളില്ലേ എല്ലാതൊക്കെ ശരിക്കും നടന്ന് കാണാൻ പറ്റിയില്ല. കുറേ നേരം ഇരുന്ന് ആസ്വദിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അവിടെ. ഞാനാണെങ്കിൽ കുറച്ച് കലകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് കൂടി ഞാൻ പറയട്ടെ, ഞാൻ ഇതുവരെ ബഹ്റിനിൽ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും സമാധാനമുള്ളതുമായ ഒരേ ഒരു സ്ഥലം ഇത് മാത്രമാണ്. ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമ്മളെ നെഹദി മന്തി ഇല്ലേ, അതിൻ്റെ ബാക്ക് കൂടെ പോയിട്ടൊരു ഗല്ലിയുണ്ട്. അവിടെ പിന്നെ ആർക്കും ആണെങ്കിലും ഈ വീഡിയോ കാണിച്ചു കൊടുത്താലോ, അല്ലെങ്കിൽ ഈ സ്ഥലം എവിടെയെന്ന് ചോദിച്ചാലോ ആരും ആണെങ്കിലും പറഞ്ഞുതരും. അപ്പോൾ ഈ ഓഫീസ് സ്ട്രെസ്സിൻ്റെ ഇടയിലൊക്കെ ആകെ ബുദ്ധിമുട്ടി നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ചെയ്യും. അവിടെ പോയിട്ടൊരു 10 മിനിറ്റ് ഇരുന്ന് നോക്കി, അത് ഏകദേശമൊക്കെ ഒന്ന് പോയി കിട്ടും. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് പോയിട്ട് വിസിറ്റ് ചെയ്യേണ്ട പ്ലേസ് തന്നെയാണ്. അടുത്ത മസ്റ്റ് വിസിറ്റ് പ്ലേസ് ഇൻ ബഹ്റിൻ.